Hello dears, welcome to Please Attention here. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ദ വാംത്ത് ഓഫ് ലവ് എന്നുള്ളതിലുള്ള ആക്ടിവിറ്റീസ് ആണ്. അപ്പം ദ വാംത്ത് ഓഫ് ലവ് എന്നുള്ള സ്റ്റോറിയുടെ മലയാളം എക്സ്പ്ലനേഷനും അതിൻ്റെ സ്റ്റോറി കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസ് എന്തായാലും ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഗസ്സിംഗ് ഗെയിം എന്നുള്ളതാണ് ഫസ്റ്റത്തെ ആക്ടിവിറ്റി. ചൂസ് സം വേർഡ്സ് ഫ്രം ദ യൂണിറ്റ് ആൻഡ് ആക്ട് ദം ഔട്ട്. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഗസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി വേർഡ്സ്. എന്താ പറയുന്നത്? ചൂസ് സം വേർഡ്സ് ഫ്രം ദ യൂണിറ്റ് ആൻഡ് ആക്ട് ദം ഔട്ട്. ഈ ഒരു പാഠഭാഗത്ത് നിന്ന് കുറച്ച് വേർഡുകൾ അല്ലേ എടുത്തിട്ട് അത് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ലെറ്റ് യുവർ ഫ്രണ്ട് ഗസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി വേർഡ്സ്. അത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഗസ് ചെയ്തിട്ട് ഊഹിച്ച് പറയാൻ പറ്റുന്നുണ്ടോ, ആ വേർഡുകൾ ഏതൊക്കെയാണെന്ന് ഊഹിച്ച് പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഇഫ് യുവർ ഫ്രണ്ട്സ് ക്യാൻ ഗസ് ദ വേർഡ് ദേ വിൽ ബി ദ വിന്നേഴ്സ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് അത്തരത്തിൽ അത് ഊഹിച്ച് ഗസ് ചെയ്ത് പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ആ വേർഡ് കറക്റ്റായിട്ട് പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരായിരിക്കും വിന്നേഴ്സ്. അല്ലെങ്കിലോ ഇഫ് യുവർ ഫ്രണ്ട്സ് ഫെയിൽ ടു ഫൈൻഡ് ഔട്ട് ദി വേർഡ് യു വിൽ ബി ദി വിന്നർ. നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഊഹിച്ച് ഗസ് ചെയ്ത് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലോ നിങ്ങളായിരിക്കും അതിലുള്ള വിന്നർ. അപ്പോൾ ഗസ്സിംഗ് ഗെയിം ഊഹിച്ച് പറയലാണ് ഫസ്റ്റത്തെ നമ്മുടെ ആക്ടിവിറ്റി. അപ്പോൾ കൂട്ടുകാരൊക്കെ ക്ലാസ്സിൽ അത് നല്ല വൃത്തിക്കൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് ആക്ടിവിറ്റി 2 നോക്കാം. എന്താ പറയുന്നത്? യു ഹാവ് എൻജോയ്ഡ് റീഡിങ് ദ സ്റ്റോറി ഹാവൻ യു. നിങ്ങൾ ഈ ഒരു കഥ വായിച്ചിട്ടില്ലേ, എൻജോയ് ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇൻ ദ സ്റ്റോറി ചെസ്റ്റർ റക്കൂൺ എക്സ്പീരിയൻസസ് ഡിഫറെൻറ്റ് ഫീലിങ്സ്. ഈ ഒരു കഥയിൽ ചെസ്റ്റർ റക്കൂൺ എന്താണ്, ഒരുപാട് ഫീലിങ്സുകൾ അനുഭവിച്ചിട്ടുണ്ട് അല്ലേ, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. സം ഓഫ് ഹിസ് ഫീലിങ്സ് ആർ ഗിവൺ ബിലോ ഇൻ കോളം എ. അത്തരത്തിലുള്ള അവൻ്റെ കുറച്ച് ഫീലിങ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, താഴെയുള്ള എ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം അല്ലേ, കുറച്ച് ഫീലിങ്സ് കോളം എയിൽ ചെസ്റ്റേഴ്സിൻ്റെ ഫീലിങ്സ് കൊടുത്തിട്ടുണ്ട്. ദെൻ മാച്ച് ദം വിത്ത് ദ സ്യൂട്ടബിൾ ഇമോജി ഗിവൺ ഇൻ കോളം ബി. ഇവിടെ പറയുന്നത് എന്താണ്? അപ്പോൾ ഒന്നാമത്തെ കോളത്തിലുള്ള ആ ഒരു ഫീലിങ്സിന് സ്യൂട്ടബിൾ ഇമോജി കോളം ബിന്ന് എന്താണ് കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ, ഒന്നാമത്തെ കോളം എയിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ചെസ്റ്റേഴ്സ് ഫീലിങ്സിൽ എന്തൊക്കെയാണ്? വെൻ ഹി ഗെറ്റ്സ് ന്യൂ ഫ്രണ്ട്സ്, ഫിയർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്, വെൻ മദർ കമ്പൽസ് ഹിം ടു ഗോ ടു സ്കൂൾ, വെൻ ഹി ഗെറ്റ്സ് മദേഴ്സ് കിസ്. അപ്പം 4 ഇത് കൊടുത്തിട്ടുണ്ട് അല്ലേ, അവൻ്റെ 4 ഫീലിങ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? അവൻ്റെ ആ ഒരു ഇതിന് മാച്ചായിട്ടുള്ള ഇമോജീസ് ഏതൊക്കെയാണെന്ന്, ഫീലിങ്സിന് മാച്ചായിട്ടുള്ള ഇമോജീസ് കോളം ബി നമുക്ക് കണ്ടെത്താം. ഒന്നാമത്തേത് എന്താണ്? വെൻ ഹീ ഗെറ്റ്സ് ന്യൂ ഫ്രണ്ട്സ്. അവൻ എന്താണ്, പുതിയ കൂട്ടുകാരെ കിട്ടി. അതെന്തായിരിക്കും? സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ സ്മൈലായിട്ടുള്ള ഇമോജിയാണ് അതിന് മാച്ചായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഏതാണ്? ഒന്നാമത്തേതിന്ന് രണ്ടാമത്തെ കോളത്തിലേക്കുള്ളതാണ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ കിട്ടി. ഇനി ഫിയർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. എന്താണ്? പുതിയ കൂട്ടുകാരെ കുറിച്ചിട്ടും അതുപോലെ പുതിയ കൂട്ടുകാർ ടീച്ചേഴ്സ് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഫിയർ ഉണ്ടാവില്ല, ഒരു പേടി ഉണ്ടായിരിക്കില്ലേ. അപ്പോൾ അതാണ് നമുക്കിവിടെ ഒന്നാമത്തതിലേക്ക് കൊടുക്കാം. ഇനി വെൻ മദർ കമ്പൽസ് ഹിം ടു ഗോ ടു സ്കൂൾ. അവനെ അമ്മ എന്താണ്, നിർബന്ധിച്ചിട്ട് സ്കൂളിലേക്ക് പറഞ്ഞയക്കുകയാണ് അല്ലേ. അപ്പോൾ അവൻ എന്താണ്, സാഡാണ് അല്ലേ. അപ്പോൾ ആ ഒരു സാഡ്നെസ് കാണിക്കുന്ന ഒരു ഇമോജിയാണിത്. വെൻ ഹീ ഗെറ്റ്സ് മദേഴ്സ് കിസ്. എന്താണ്, അവൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് ഒരു കിസ് കിട്ടിയിട്ടുണ്ട് അല്ലേ, ഒരു ചുംബനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കുന്നത് ഇതാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 3 എന്താണ്? ആർട്ട് ഗാലറി. അപ്പോൾ എന്താ സംഭവം നോക്കാം. ക്രിയേറ്റ് ഇംപ്രിൻറ്റ്സ് ഓഫ് ദി കിസ്സിങ് ഹാൻഡ് ബൈ ട്രേസിങ് യുവർ ഹാൻഡ്സ് ഓൺ എ പീസ് ഓഫ് പേപ്പർ. എന്താ പറയുന്നത്? ഒരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് നിങ്ങളോട് ഒരു A4 ഷീറ്റൊക്കെ എടുത്തിട്ട് നിങ്ങളുടെ ഹാൻഡ്, അതായത് കൈ അതിൽ പതിച്ചിട്ട്, ട്രേസിങ് യുവർ ഹാൻഡ്സ് ഓൺ എ പീസ് ഓഫ് പേപ്പർ, അതായത് കൈ അതിൽ പതിക്കുക. എന്നിട്ട് ഇങ്ങനെ കൈയുടെ ആ ഒരു ഷേപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഔട്ടറിലേക്ക് മറിച്ച് കൊടുക്കാനാണ് പറയുന്നത് കേട്ടോ. എ സ്പെഷ്യൽ മെസ്സേജ് ഓൺ ദം ടു ഷോ ദ ലവ് ആൻഡ് സപ്പോർട്ട് ഓഫ് യുവർ ബിലൗഡ് വൺസ്. എന്നിട്ടോ ഒരു സ്പെഷ്യലായിട്ടുള്ള മെസ്സേജ് അതിൽ എഴുതണം. എങ്ങനെ, ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? യുവർ ബിലൗഡ് വൺസ്, അതായത് ലവ് ആൻഡ് സപ്പോർട്ട് ഓഫ് യുവർ ബിലൗഡ് വൺസ്. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്കുള്ള ഒരു ലവ്, ഒരു സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ സപ്പോർട്ടിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു വിഷ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് സ്പെഷ്യലായിട്ട് നിങ്ങൾ അതിൽ എഴുതുക. പിന്നെയോ കളർ ഓർ പെയിൻറ്റ് ടു മേക്ക് ദം മോർ അട്രാക്റ്റീവ്. നിങ്ങൾ ചെയ്യുന്നത് കളർ കൊടുത്തിട്ട് അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആക്കാം.
ഹോൾഡ് ആൻ എക്സിബിഷൻ ഇൻ ദ ക്ലാസ് റൂം. എല്ലാവരും കൂട്ടുകാർ ഒരു ക്ലാസ്സിലെ കുട്ടികൾ മൊത്തം ഉണ്ടാക്കിയിട്ട് അത് എന്ത് ചെയ്യാം, ക്ലാസ് റൂമിൽ എന്ത് ചെയ്യാം, ഒരു എക്സിബിഷൻ, ഒരു പ്രദർശനമൊക്കെ അതിനെ സംഘടിപ്പിക്കാം. അപ്പം ഞാൻ ഒന്ന് രണ്ട് ഒരു മോഡൽ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് രണ്ട് മോഡൽസ് ഞാൻ കൊടുത്തേ ഉള്ളൂ. ഇതുപോലെയൊന്നും അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കാം കേട്ടോ. ഇനി നമുക്ക് ആക്ടിവിറ്റി 4 നോക്കാം. ആക്ടിവിറ്റി 4 എന്താണ്? സം ഇവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ആർ ഗിവൻ ബിലോ ഇൻ എ ജംബിൾഡ് വേ. യു മേ അറേഞ്ച് ദം പ്രോപ്പർലി ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. എന്താ പറയുന്നത്? സം ഇവൻറ്റ്സ് ഫ്രം ദി സ്റ്റോറി, അതായത് ആ കഥയിലുള്ള സ്റ്റോറിയിലുള്ള കുറച്ച് ഇവൻറ്റ്സ് ആ ഗിവൻ ബിലോ ഇൻ എ ജംബിൾഡ് വേ, അതായത് തെറ്റായിട്ടുള്ള ക്രമത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് കഥയിലുള്ള കുറച്ച് സംഭവങ്ങൾ. യു മേ അറേഞ്ച് ദം പ്രോപ്പർലി ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. നിങ്ങളോട് എന്താ പറയുന്നത്? അത് അറേഞ്ച് ചെയ്തിട്ട്, അത് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ട് താഴെ ആ കൊടുത്തിട്ടുള്ള സ്ഥലത്ത് നിങ്ങളോട് എഴുതാനാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ അത് എഴുതണം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആ ഒരു സം ഇവൻറ്റ്സ്, ആ സ്റ്റോറിയിലുള്ള സം ഇവൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് വായിച്ചു നോക്കാം. മിസ് റെക്കോൺ said she would share a wonderful secret. Chester took his mother's hand and kissed her palm. Chester told his mother that he did not want to go to school. Chester danced his way to school as his mother watched. Miss Raccoon kissed Chester in the middle of his palm. അപ്പോൾ ആ കഥ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കൂട്ടുകാർക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ അതെന്താണ്, ജംബിൾഡായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, അല്ലേ, തെറ്റായ ക്രമത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് താഴെ കൊടുത്തിട്ടുള്ളിടത്ത് അതൊന്ന് എഴുതി നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യം ഏതാ വരുന്നത്? അപ്പോൾ ഇതിൽ ഒന്നാമത് വരുന്നത് ഏതായിരിക്കും? ചെസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അല്ലേ, ചെസ്റ്റർ എന്ത് ചെയ്തു, അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ, അവൻ എന്ത് ചെയ്യണ്ട, സ്കൂളിൽ പോവണ്ട എന്നുള്ളത്. അപ്പോൾ ഒന്നാമത് വരുന്നത് ഏതാണ്? മൂന്നാമത്തെയാണ് ഒന്നാമത് വരുന്നത്. ഇനി ഏതായിരിക്കും? മിസ് റക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്. എന്താണ്? മിസ് റക്കൂൺ അല്ലേ അവനോട് പറഞ്ഞു എന്ത് ചെയ്യാം, ഒരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു സീക്രട്ട്, ഒരു രഹസ്യം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അതാണ് 2 വരുന്നത്. ഇനി അടുത്തത് ഏതായിരിക്കും? മിസ് റക്കൂൺ കിസ്ഡ് ചെസ്റ്റർ ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. അടുത്തത് അതാണ് കേട്ടോ, മൂന്നാമത്. പിന്നെ ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹെർ പാം. നാലാമത് വരുന്നത് ഇതാണ്. പിന്നെ ചെസ്റ്റർ ഡാൻസ്ഡ് ഹിസ് വേ ടു സ്കൂൾ ആസ് ഹിസ് മദർ വാച്ച്ഡ്. അഞ്ചാമത് വരുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് മാറ്റിയിട്ട് താഴെ കൊടുത്തിട്ടുള്ള ഒരു പ്ലേസിലേക്ക് നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് അവിടേക്ക് എഴുതിയെടുക്കണം കേട്ടോ. അടുത്തത് നമുക്ക് ആക്ടിവിറ്റി 5 നോക്കാം. ആക്ടിവിറ്റി 5 എന്താണ്? ചെസ്റ്റർ റക്കൂൺ ഡസൻ വാണ്ട് ടു ഗോ ടു സ്കൂൾ. എന്താണ്? ചെസ്റ്റർ റക്കൂണിന് സ്കൂളിലേക്ക് പോകാൻ എന്താണ്, ഇഷ്ടമില്ല അല്ലേ, അത് നമ്മൾ കണ്ടു. ഹിസ് മദർ കമ്പൽസ് ഹീം. എന്നാലോ അവൻ്റെ അമ്മ എന്ത് ചെയ്തു, മദർ എന്ത് ചെയ്തു, കമ്പൽസ്, നിർബന്ധിക്കുന്നുണ്ട് അല്ലേ, സ്കൂളിൽ പോകാൻ വേണ്ടി പറയുന്നുണ്ട്. ഹിയർ ഈസ് എ പാർട്ട് ഓഫ് ദി കോൺവെർസേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദം. അപ്പോൾ ആ ഒരു സന്ദർഭമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കോൺവെർസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറയുന്നത് അല്ലേ. എന്താണ്? ചെസ്റ്റർ റക്കൂണിന് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല, അമ്മ നിർബന്ധിക്കുന്ന ഒരു ഇതാണ്. കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ ആൻഡ് റോൾ പ്ലേ ഇറ്റ്. അതെന്താണ്? നിങ്ങളോട് ആദ്യം ഒരു കോൺവെർസേഷൻ, ഒരു സംഭാഷണം എഴുതിയിട്ട് അത് റോൾ പ്ലേ ആയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചെസ്റ്റർ റക്കൂണും മദറും തമ്മിലുള്ള ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്, ബാക്കി നിങ്ങളോട് ഫിൽ ചെയ്യാനാണ് പറയുന്നത്. ചെസ്റ്റർ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. എന്താണ്? എനിക്ക് സ്കൂളിൽ പോകാൻ, സ്കൂളിൽ പോവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു കോൺവെർസേഷൻ എഴുതി നോക്കിയാലോ? അപ്പം നമുക്ക് നോക്കാം. ചെസ്റ്റർ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്റർ എന്താ പറയുന്നത്? അമ്മയെ വിളിച്ചിട്ട് പറയാണ്, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ, എനിക്ക് സ്കൂളിലോട്ട് പോകണ്ട. അപ്പം മദർ പറയാണ്, വാട്ട്സ് റോങ് യു ചെസ്റ്റർ, വൈ ഡോണ്ട് യു വാണ്ട് ടു ഗോ ടു സ്കൂൾ. നീ എന്താ പറയുന്നത്? നീ എന്താ സ്കൂളിൽ പോകാത്തത്? വൈ ഡോണ്ട് യു വാണ്ട് ടു ഗോ ടു സ്കൂൾ, നീ എന്താണ് സ്കൂളിൽ പോകാത്തത്? അപ്പോൾ ചെസ്റ്റർ പറയുന്നു, ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു, എനിക്ക് നിങ്ങളുടെ കൂടെ വീട്ടിൽ നിന്നാൽ മതി. മദർ, ഡിയർ സൺ, ഐ നോ യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട് ഗോയിങ്, യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. മോനെ, എനിക്കറിയാം, ഒരിക്കൽ നീ സ്കൂളിൽ പോയാൽ പിന്നെ എന്തായിരിക്കും, നീ അതിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങും, നിനക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടും, പുതിയ ടോയ്സിൻ്റെ കൂടെ കളിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. ചെസ്റ്റർ പറയാണ്, ബട്ട് ഐ ആം സ്കയേർഡ് മം, ഐ വിൽ മിസ് യു ആൻഡ് അവർ ഹോം. പക്ഷേ എനിക്ക് പേടിയാണ് അമ്മേ, ഞാൻ വീടും അതുപോലെ അമ്മയെയൊക്കെ മിസ് ചെയ്യും. മദർ, ഡോണ്ട് വെറി മൈ ഡിയർ, ഐ വിൽ ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട് വിത്ത് യു.
പേടിക്കേണ്ട മോനെ, ഞാൻ നിനക്ക് വണ്ടർഫുൾ ആയിട്ടുള്ളൊരു സീക്രട്ട് രഹസ്യം പറഞ്ഞു തരാം. ഇറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ് അറ്റ് സ്കൂൾ സീം ആസ് വാം ആൻഡ് കോസി ആസ് യുവർ ഡേയ്സ് അറ്റ് ഹോം. അത് നിൻ്റെ സ്കൂളുകളിലുള്ള ഒറ്റപ്പെട്ട ഒരു രാത്രികളെയൊക്കെ എന്താക്കും? വീട്ടിലുള്ളതുപോലെ വാം ആൻഡ് കോസി, അതായത് ഊഷ്മളമുള്ളതാക്കി മാറ്റും. ചെസ്റ്റർ, എ സീക്രട്ട്? വാട്ട് സീക്രട്ട് ഈസ് ദാറ്റ് മോം? സീക്രട്ടോ, രഹസ്യമോ? എന്ത് രഹസ്യമാണ് അമ്മേ? അപ്പം മദർ പറയാണ്, മദർ, ഇറ്റ്സ് ആൻ ഓൾഡ് സീക്രട്ട് കോൾഡ് ദി കിസ്സിങ് ഹാൻഡ്. ഇതൊരു പഴയ രഹസ്യമാണ്. അതിന് പറയുന്നത് എന്താണ്? ദ കിസ്സിങ് ഹാൻഡ് എന്നാണ്. ചെസ്റ്റർ, ദ കിസ്സിങ് ഹാൻഡ്, വാട്ട് ഈസ് ദാറ്റ്? കിസ്സിങ് ഹാൻഡോ, എന്താണത്? ടേക്ക് ചെസ്റ്റേഴ്സ് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് കിസ് ഹിം റൈറ്റ് ഇൻ ദി മിഡിൽ ഓഫ് ഹിസ് പാം. എന്ത് ചെയ്തു? ചെസ്റ്ററിൻ്റെ കൈ, മദർ ചെസ്റ്ററിൻ്റെ കൈ എടുത്തിട്ട് അതിൽ എന്ത് ചെയ്തു? മിഡിൽ ഓഫ് ഹിസ് പാമിൽ എന്ത് ചെയ്തു? കിസ് ചെയ്യാണ് അല്ലേ. മദർ, വെനെവർ യു ഫീൽ ലോൺലി ആൻഡ് നീഡ് എ ലിറ്റിൽ ലവ് ഫ്രം ഹോം, ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് ടു യുവർ ചീക്ക് ആൻഡ് തിങ്ക് മമ്മി ലവ്സ് യു. എപ്പോഴാണോ നീ ഒറ്റയ്ക്കായി എന്ന് നിനക്ക് തോന്നുന്നത്, നിനക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന പോലത്തെ സ്നേഹം വേണമെന്ന് തോന്നുന്നത്, ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് ടു യുവർ ചീക്ക് ആൻഡ് തിങ്ക് മമ്മി ലവ്സ് യു. ആ സമയത്ത് നീ നിൻ്റെ കൈ നിൻ്റെ കവിളിൽ വെച്ചിട്ട് ഒന്ന് ആലോചിച്ചാൽ മതി, മമ്മി ലവ്സ് യു, അമ്മ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നീ തിങ്ക് ചെയ്താൽ മതി. അപ്പോൾ ചെസ്റ്റർ പറയാണ്, ഹോ, ഐ ക്യാൻ ഫീൽ യുവർ വാം ലവ് ജമ്പിങ് റൈറ്റ് ഇൻ ടു മൈ ഫേസ്. എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അമ്മേ, ആ ഒരു കൈ ചീക്കിൽ വെക്കുന്ന സമയത്ത് എന്താണ് വാം ലവ്, നിങ്ങളുടെ ആ ഒരു ഊഷ്മളമായിട്ടുള്ള ആ ഒരു സ്നേഹം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മദർ, യെസ്, ഇറ്റ് വിൽ റിമൈൻഡ് യു ദാറ്റ് മമ്മി ലവ്സ് യു വേർ എവർ യു ഗോ. നീ ഒരു കാര്യം ഓർക്കണം, നീ എവിടെയായിരുന്നാലും അമ്മ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ചെസ്റ്റർ, താങ്ക് യു മാം, നന്ദിയുണ്ട്. നൗ ഐ ആം നോട്ട് അഫ്രൈഡ്, ഇപ്പോൾ എനിക്ക് പേടിയില്ല. ഐ ആം റിയലി റെഡി ടു ഗോ ടു സ്കൂൾ, ഞാനിപ്പോൾ സ്കൂളിലേക്ക് പോകാൻ ഓക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് എഴുതിയത്. പാഠഭാഗത്തിലുള്ള സെൻറ്റൻസസ് ഒക്കെ തന്നെ ആഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റോൾ പ്ലേ ആയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാം. 2 ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഫ്രണ്ട്സ് നിങ്ങൾ ചെയ്യാം കേട്ടോ. മദറായിട്ടും അതുപോലെ തന്നെ ചെസ്റ്ററായിട്ടും നിന്നിട്ട് നിങ്ങൾക്ക് കോൺവെർസേഷൻ അവതരിപ്പിക്കാം റോൾ പ്ലേ ആയിട്ട്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ദ വാംത്ത് ഓഫ് ലവിലുള്ള 5 ആക്ടിവിറ്റീസാണ് ചെയ്തത് അല്ലേ. റോൾ പ്ലേ വരെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തു. അപ്പോൾ അടുത്ത ആക്ടിവിറ്റീസൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും സ്വന്തമായിട്ടും ഒന്ന് എല്ലാ ആക്ടിവിറ്റീസും ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് അതിന് യൂസ്ഫുൾ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.